നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വീണ്ടും CJP സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. ഈ വീഡിയോ സന്ദേശത്തെ പരിഹസിച്ചിരിക്കുകയാണ് CJP സ്ഥാപകൻ. പ്രധാനമന്ത്രിയുടെ ചർമ്മത്തിന് രാജ്യത്തിന്റെ ഭാവിയേക്കാൾ തിളക്കമുണ്ട് എന്നാണ് ദീപ്കയുടെ വിമർശനം. പാർലമെന്റിൽ പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബിൽ പാസാക്കിയതിന് പിന്നാലെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയുടെ താഴെയാണ് ദീപ്കെ, അതായത് കമന്റിലൂടെയാണ് ഈ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ സ്വന്തം വീട്ടിൽ തിരികെയെത്തിയ ദീപ്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദവി ഒഴിഞ്ഞ് ഇൻഫ്ലുവൻസർ ആകുന്നത് നല്ലതെന്ന് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. മോദി പ്രധാനമന്ത്രി പദവി ഒഴിഞ്ഞാൽ മറ്റൊരു നേതാവിന് ആ ഉത്തരവാദിത്തം കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നും ദീപ്കയുടെ വിമർശനം. പ്രധാനമന്ത്രി സോഷ്യൽ മീഡിയ വീഡിയോകളിലൂടെ വിദ്യാർത്ഥികളോട് സംവദിക്കുന്നതിനെ കുറിച്ചുള്ള ചോദ്യത്തിനായിരുന്നു ദീപ്കെ വിമർശന ഉത്തരം നൽകിയത്. അതേസമയം കഴിഞ്ഞ ദിവസം സെൽഫി സ്റ്റൈൽ വീഡിയോയിൽ വീണ്ടും പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തിരുന്നു. വിശ്വാസ്യതയുള്ള പരീക്ഷാ വ്യവസ്ഥ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് പരീക്ഷാ ഭേദഗതി ബില്ലെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം. സാങ്കേതിക വിദ്യയിലൂടെയും കർശനമായ നിയമങ്ങളിലൂടെയും പരീക്ഷാ രീതികളെ സർക്കാർ പരിഷ്കരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, പേപ്പർ മാഫിയയെ വെറുതെ വിടില്ലെന്നും അദ്ദേഹം സന്ദേശത്തിലൂടെ വ്യക്തമാക്കി. നിയമ ഭേദഗതി പാർലമെന്റ് പാസാക്കുന്നതിന് മുമ്പ് തന്നെ ഇതിലെ നിർദ്ദേശങ്ങൾക്കെതിരെ CJP വിമർശനം ഉന്നയിച്ചിരുന്നു. കുറ്റക്കാർക്കെതിരെ കർശനമായ ശിക്ഷാ രീതികൾ കൊണ്ടുവരുന്നതിലാണ് സർക്കാർ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിരിക്കുന്നത്. ചോദ്യപേപ്പർ ചോർച്ച തടയാനുള്ള മാർഗങ്ങളെക്കാൾ പ്രാധാന്യം ശിക്ഷാ രീതികൾക്കാണ് നൽകിയിരിക്കുന്നതെന്നും CJP വ്യക്തമാക്കി. ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനെയും ശിക്ഷാരീതികളെയും കുറിച്ച് വിശദീകരിക്കുന്നതിനിടയിൽ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിന് നിങ്ങൾ എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്നാണ് CJP വക്താവായ അശുതോഷ് റാങ്കെ ചോദിച്ചത്. രാജ്യത്ത് പൊതുപരീക്ഷാ ഭേദഗതി ബിൽ രാജ്യസഭയും പാസാക്കിയതിന് പിന്നാലെ ഇൻസ്റ്റഗ്രാം വീഡിയോയുമായി പ്രധാനമന്ത്രി വരികയായിരുന്നു. നേരത്തെ നൽകിയ ഉറപ്പ് പാലിച്ചുകൊണ്ട് പരീക്ഷാ സമ്പ്രദായത്തെ കരുത്തുറ്റതാക്കാനുള്ള ബിൽ പാർലമെന്റ് പാസാക്കിയെന്നായിരുന്നു പ്രധാനമന്ത്രി പറഞ്ഞത്. കുട്ടികളുടെ ഭാവി വെച്ച് കളിക്കുന്ന ചോദ്യപേപ്പർ മാഫിയകളെ സർക്കാർ വെറുതെ വിടില്ല. വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കാനും വിശ്വസനീയമായ പരീക്ഷാ സമ്പ്രദായം ഉറപ്പാക്കാനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അതിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്പാണ് ബിൽ പാസാക്കലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മാറ്റങ്ങൾ അനിവാര്യമാണ്. അതിനായി സാങ്കേതിക വിദ്യ പരമാവധി ഉപയോഗിക്കേണ്ടതുണ്ട്. മോശം സാഹചര്യം ദീർഘകാലം തുടരാൻ അനുവദിക്കില്ലെന്നും വികസിത ഭാരതത്തിനായി തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഒരാഴ്ചക്കിടെ 3-ാം തവണയാണ് ചോദ്യപേപ്പർ ചോർച്ചയെക്കുറിച്ച് സംസാരിക്കുന്നതിനായി പ്രധാനമന്ത്രി ഇൻസ്റ്റഗ്രാമിലെത്തുന്നത്. കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചോദ്യപേപ്പർ ചോർച്ച എന്ന പ്രശ്നത്തെ നേരിടുകയാണ്. ഇത് രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ഭാവിയാണ് പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. ഇതിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞ് വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ സമഗ്ര പരിഷ്കരണമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. പേപ്പർ മാഫിയ, പേപ്പർ ചോർത്തുന്ന സംഘങ്ങൾ എന്നിങ്ങനെ രാജ്യത്തെ കുട്ടികളുടെ ഭാവിയെ പന്താടാൻ ശ്രമിക്കുന്ന ഒരാളെയും വെറുതെ വിടില്ല. കർശനമായ നിയമങ്ങൾ ഉണ്ടാകും. കഴിഞ്ഞ 2 ദിവസങ്ങളായി സർക്കാർ കൊണ്ടുവന്ന ബില്ലിന്മേൽ പാർലമെന്റിന്റെ ഇരുസഭകളും ചർച്ചകൾ നടത്തുകയായിരുന്നു. 2 സഭകളും ബിൽ പാസാക്കി കഴിഞ്ഞു. വിശ്വാസ്യതയുള്ള പരീക്ഷാ സമ്പ്രദായം കെട്ടിപ്പടുക്കുന്നതിനായുള്ള നിർണായക ചുവടുവയ്പ്പാണിത്. ഈ വിശ്വാസത്തിന്മേൽ സുഹൃത്തുക്കളെ, നമുക്ക് വികസിത ഭാരതത്തെ ലക്ഷ്യത്തിനായി തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാമെന്നും മോദി പറഞ്ഞു. നേരത്തെയും അഭിജിത്ത് ദീപ്കയെ പ്രധാനമന്ത്രി വിമർശിച്ചിരുന്നു. സമൂഹ മാധ്യമത്തിൽ മോദി പങ്കുവച്ച പോസ്റ്റിലായിരുന്നു അഭിജിത്ത് മോദിയെ വിമർശിച്ചത്. നത്തിങ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ വെൽഫെയർ ഓഫ് ദ യൂത്ത് എന്നായിരുന്നു എക്സിൽ ആദ്യം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് ഈ യുവജനങ്ങളുടെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി എക്സിൽ പങ്കുവച്ചത്. അതായത് മറ്റെന്തിനേക്കാളും പ്രാധാന്യം യുവാക്കളുടെ ക്ഷേമത്തിനാണെന്നായിരുന്നു അദ്ദേഹം മോദി പറഞ്ഞത്. ഈ വാക്കുകൾ ദീപ്കെ വിമർശിച്ചു. തൻ്റെ എക്സ് അക്കൗണ്ടിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ ചിത്രം നൽകി അതിന് താഴെ എൻ്റെ പേര് നത്തിങ് എന്നാണ് ദീപ്കയെ കുറിച്ചത്. അതായത് നത്തിങ് എന്നാൽ ധർമ്മേന്ദ്ര പ്രധാൻ, അദ്ദേഹത്തെക്കാൾ വലുതല്ല ഒന്നും എന്ന രീതിയിലായിരുന്നു അഭിജിത്ത് ദീപ്കയുടെ വിമർശനം. മോദിയുടെ പോസ്റ്റും അദ്ദേഹത്തിന്റെ പേജിൽ ഷെയർ ചെയ്തിരുന്നു. CJP ജന്തർ മന്ദറിൽ നടത്തുന്ന സമരം ശക്തമായതിന് പിന്നാലെയാണ് നീറ്റ് വിഷയത്തിൽ പ്രതികരണവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത്. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്നും കർശനമായ ശിക്ഷ നടപ്പിലാക്കാനായി അതിവേഗ കോടതികൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചെന്നുമായിരുന്നു മോദി പറഞ്ഞത്. എന്നാൽ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചേ മതിയാകൂ എന്നായിരുന്നു CJPയുടെ നിലപാട്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ആദ്യ പ്രതികരണത്തെ കോക്രോച്ച് ജനതാ പാർട്ടി ആദ്യം തള്ളിയിരുന്നു. ഒടുവിന് ബാൻഡേഡ് ഒട്ടിക്കുന്നത് പോലെയുള്ള പ്രതികരണം
പ്രതികരണമാണ് പ്രധാനമന്ത്രി നടത്തിയതെന്നടക്കമുള്ള ഒരു വിമർശനമാണ് പ്രധാനമന്ത്രിക്കെതിരെ CJP ആദ്യം ഉന്നയിച്ചത്. അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണെന്നും CJP ആരോപിച്ചിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനു പകരം വിദ്യാർത്ഥികളുടെ യുവാക്കളുടെ ആശങ്കകൾക്കാണ് പ്രധാനമന്ത്രി മുൻഗണന നൽകേണ്ടതെന്നും CJP നേതാക്കൾ പറഞ്ഞു. മോദിയുടെ സാമൂഹിക മാധ്യമ കുറിപ്പ് ക്രൂരമായ തമാശയാണെന്നും പരീക്ഷാ സംവിധാനത്തിന്റെ തകർച്ച മറച്ചുവെക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും ആരോപിച്ചിരുന്നു. ചോദ്യപേപ്പർ ചോർച്ച ഒരു നിയമപ്രശ്നം മാത്രമല്ല, പരീക്ഷാ സംവിധാനത്തിന്റെ സമഗ്ര പരാജയമാണെന്നും അതിന്റെ ഉത്തരവാദിത്തം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തന്നെയാണെന്നും CJP വ്യക്തമാക്കി. നേരത്തെ മുന്നോട്ട് വെച്ച 4 ആവശ്യങ്ങളും വിട്ടുവീഴ്ചയില്ലെന്നും സമരം തുടരുമെന്നും സംഘടന അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയെ മുൻനിർത്തി സമരത്തിനെതിരായ നിലപാട് ശക്തമാക്കുകയാണ് BJP. ഒരു തീരുമാനമെടുത്താൽ അത് പൂർത്തിയാക്കുന്ന നേതാവാണ് നരേന്ദ്രമോദിയെന്നും രാജ്യത്തിനും ലോകത്തിനും അത് അറിയാമെന്നും BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നവീനും പ്രതികരിച്ചിരുന്നു. യുവാക്കളുടെ ഭാവി തകർക്കാൻ ശ്രമിക്കുന്ന ഒരാളെയും വെറുതെ വിടില്ല എന്നായിരുന്നു ചോദ്യപേപ്പർ ചോർച്ച കേസുകളിലെ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനും അവർക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നതടക്കമുള്ള പ്രതികരണം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതേസമയം നിയന്ത്രണങ്ങൾ കടുപ്പിക്കുമ്പോഴും ജന്തർ മന്ദറിലെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം അതിശക്തമായിരുന്നു. ഒടുവിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി, ആ രാജിയിലൂടെ സമരം വിജയിച്ചു എന്ന ആഘോഷത്തോടെ CJP മടങ്ങി. പക്ഷേ അതിനുശേഷവും നടക്കുന്ന പോലീസ് വേട്ടയാടുന്നു എന്ന തരത്തിലുള്ള ഒരു ആരോപണം അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വിഷയം, അതായത് നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർത്തിയ സംഭവത്തിൽ വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധത്തെ വലിയ രീതിയിൽ വളരെ ഗൗരവത്തോടെ തന്നെയാണ് പ്രധാനമന്ത്രി സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതും. യുവാക്കളെ പരിഗണിക്കേണ്ടതുണ്ട്, യുവാക്കൾ അവർക്ക് പ്രാധാന്യം നൽകേണ്ടതുണ്ട് എന്നതടക്കമുള്ള ഒരു നിലപാട് മോദി വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല കേന്ദ്രമന്ത്രിമാരോടൊക്കെ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളുമൊക്കെ ആക്റ്റീവ് ആകാനും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചിരുന്നു. അതായത് ഈ ഒരു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ്, ഇൻസ്റ്റഗ്രാം അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് കൂടുതൽ യുവജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിൽ അതിൽ ആക്റ്റീവായി അവരെയും കൂടി പരിഗണിക്കണമെന്ന നിർദ്ദേശം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്തായാലും ഇതിനുശേഷം, ഈ സംഭവത്തിന് ശേഷം തുടരെ പ്രധാനമന്ത്രി വീഡിയോകൾ പങ്കുവയ്ക്കുന്നുണ്ട് സാമൂഹിക മാധ്യമത്തിലൂടെ. അതേറെ ശ്രദ്ധേയമാവുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു ജനപ്രീതി വർദ്ധിക്കുന്ന തരത്തിലേക്ക് ആ വീഡിയോകൾ നയിക്കുന്നുമുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ മോദിയുടെ ഫോളോവേഴ്സ് കൂടിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും രാജ്യത്തെ യുവാക്കളെയും കൂടി കയ്യിലെടുക്കാൻ, ഒരുപാട് യുവാക്കളെയും കൂടി കയ്യിലെടുക്കാൻ, അല്ലെങ്കിൽ അവരുടെ പ്രീതി കൂടി നേടിയെടുക്കാനുള്ള ശ്രമമാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.